സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഗാന്ധിജിയുടെ സാമൂഹ്യ പ്രസക്തി എന്താണ് ഈ ആധുനിക കാലഘട്ടത്തിൽ, അത് എങ്ങനെയായിരിക്കുമെന്നും അത് എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും തിളക്കമാർന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാവും എന്ന് പറയാനാണ് ശ്രമിച്ചത്. അതായത് മനുഷ്യൻ എന്നത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജീവിയാണെന്നും ആ ഉപകരണങ്ങളിൽ ഏറ്റവും ആധുനികമായ ഒരു ഉപകരണമാണ് സാമൂഹ്യ പരിവർത്തനത്തിൽ, സാമൂഹ്യ വികാസത്തിൽ മഹാത്മാഗാന്ധി എന്ന മോഹൻചന്ദ് കരംചന്ദ് ഗാന്ധി കാണിച്ചു തന്ന ഒരു ഉപകരണമായ അഹിംസ, ത്യാഗം, സ്നേഹം, സത്യാഗ്രഹം മുതലായ അത് എന്നും ആണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അത് ആദ്യമായി അവതരിപ്പിച്ച ആളും കണ്ടെത്തിയ ആളും ഗാന്ധിജിയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കി ഞാൻ ഗാന്ധിജി ജനിച്ച ആ സ്ഥലത്ത്, ആ വീട്ടിൽ, രാജ്കോട്ടിൽ പോയി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, യഥാർത്ഥത്തിൽ അതിൻ്റെ വിത്തുകൾ പ്രബലമായ രീതിയിൽ ആ വ്യക്തിയിൽ വിതച്ചത് എഴുത്തും വായനയും പോലും അറിയാത്ത അദ്ദേഹത്തിൻ്റെ പ്രിയമാതാവ് പുത്ലിബായി ആയിരുന്നു. പുത്ലിബായിയുടെ ആ മാനസികമായ കരുത്ത്, സ്നേഹം, അനുകമ്പ, സത്യസന്ധത, ത്യാഗം, അതേപോലെ നിസ്സംഗ മനോഭാവം, നല്ലതിനെ സ്വീകരിക്കുകയും ചീത്തയാണെങ്കിൽ തിരസ്കരിക്കുകയും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത മനോഭാവം, വാത്സല്യം, കരുണ, ഇങ്ങനെ ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു എഴുത്തും വായനയും അറിയാത്ത ഭാരതീയ പാരമ്പര്യത്തിൽ, അവർ ജനിച്ചു വളർന്ന പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭാര്യയായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യത്തെ പ്രധാനമന്ത്രിയും ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ഒക്കെയാണെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ, ഈ തൻ്റെ സദ്ഗുണങ്ങളൊക്കെ പരിശീലിപ്പിക്കാൻ അവരാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജിക്ക് വേണ്ട ശക്തി പകർന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വിരോധമല്ല കേട്ടോ. എന്തായാലും ഈ അചഞ്ചലമായ വ്യക്തിപരമായ ഈ കഴിവുകളൊക്കെ തന്നെ, അതായത് സ്നേഹം, അനുകമ്പ, സത്യസന്ധത, ത്യാഗമനോഭാവം, അതേപോലെ എന്താ എന്ന് പറയാം, നിസ്സംഗത, അല്ലെങ്കിൽ
എന്താണ് എന്തിനേയും നേരിടാനുള്ള കഴിവ്, വാത്സല്യം, കരുണ, ഇതൊക്കെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം വിത്തുകൾ അദ്ദേഹത്തിൽ ഇട്ടത് അദ്ദേഹത്തിൻ്റെ മാതാവാണ്. ഇങ്ങനെ അവർ വ്യക്തിതലത്തിൽ ഇതിട്ടെങ്കിൽ പോലും ഇതൊക്കെ സാമൂഹ്യ തലത്തിലും നമ്മുടെ ഈ സാമൂഹ്യ മാറ്റത്തിനും, എന്തിന് അന്ന് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം, അതായത് നിഷ്ഠൂരമായ സാമ്രാജ്യ ശക്തി, അവരുടെ മുന്നിലുള്ള എന്തിനേയും നശിപ്പിക്കാനും ഒരു ധാർമ്മിക മൂല്യങ്ങളും കൂസാത്ത ബ്രിട്ടീഷ് ആധിപത്യം, അതിനൊക്കെ എതിരെ നിലകൊള്ളാനും തൻ്റെ ഭാഗമാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിച്ച് അത് തുറന്നു പറയാനും തുറന്ന് പ്രകടിപ്പിക്കാനും അങ്ങനെ അതിൽ വിജയിക്കാനും, അതായത് അഹിംസ, അതേപോലെ സത്യാഗ്രഹം മുതലായവ കൊണ്ട് തന്നെ തൻ്റെ എതിരാളികളെ മുട്ടുകുത്തിക്കാനും ഉണ്ടായ ഒരു നൂതന ആശയം അവതരിപ്പിച്ചും നേടിയെടുക്കാനും, അത് വിജയപ്രദമായി നേടിയെടുക്കാനും, അല്ലെങ്കിൽ എന്തായാലും അതിനൊരു ഫലം കാണിച്ചു തരാനും ഗാന്ധിജിക്ക് കരുത്ത് പകർന്നത്, അതിനുള്ള വിത്തിട്ട് നനച്ച് വളർത്തിയത് യഥാർത്ഥത്തിൽ അവരുടെ മാതാവ് നിരക്ഷരയായ പുത്ലിബായി. അവർക്കിത് എവിടുന്നാണ് കിട്ടിയത്? അത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. ബുദ്ധനിൽ നിങ്ങൾക്കത് കാണാം, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കത് കാണാം, അതേപോലെ മുഹമ്മദിൽ നിങ്ങൾക്കത് കാണാം. ഇങ്ങനെ എല്ലാ പ്രവാചകരിലും ഉണ്ടായിരുന്ന ഈ വസ്തുവിനെ അത് സമൂഹത്തിൻ്റെ ഭരണമാറ്റത്തിന് പോലും ഉപയോഗിക്കാം എന്നത് ആണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും ഉപയോഗിക്കാം എന്നതാണ് ഗാന്ധിജി കണ്ടെത്തിയ ഏറ്റവും മഹത്തായ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത് പൂർണ്ണമായിട്ടില്ല എന്നും അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഈ അഹിംസയുടെയും ഈ സാമാന്യ ആപേക്ഷികതയുടെയും പ്രതിഫലനങ്ങളിലും മറ്റ് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. വെറും ഒരു സ്വാതന്ത്ര്യ സമരത്തിലോ അല്ലെങ്കിൽ ഭരണമാറ്റത്തിലോ മാത്രം നിൽക്കുന്നതല്ല ഈ രീതി എന്ന് പറഞ്ഞു. അത് മറ്റെല്ലാ, ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യം, ഇങ്ങനെ നിഖില മേഖലകളിലും എല്ലാ മേഖലകളിലും അതിൻ്റെതായ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. ഇത് ഓരോ കാര്യവും നമുക്ക് പറയാൻ ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂർ വേണ്ടി വരും. അതിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഒരു പുതിയ ആശയമായതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രായവും എൻ്റെ ഈ അവതരണ രീതിയും അനുസരിച്ച് സമയം കൂടുതലെടുക്കാനാണ് സാധ്യത. എന്തായാലും
അതിനെക്കുറിച്ചിട്ട് പിന്നീട് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പറയാം. ഞാനിപ്പോൾ ഇതിൽ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ സമകാലീന ഇന്ത്യയിൽ നമ്മളെല്ലാവരുടെയും ഒരു തലവേദനയായിരിക്കുന്ന ഈ നമ്മുടെ സാമൂഹ്യ ശിഥിലീകരണത്തിന് പ്രധാന കാരണമായ മതവർഗീയ ബോധമാണ്. ഈ മതവർഗീയ ബോധം യഥാർത്ഥത്തിൽ ഉണ്ടായത്, നമുക്ക് വേണമെങ്കിൽ അതിൽ രണ്ട് ഭാഗത്തുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് ഞങ്ങളല്ല അതിൻ്റെ ആള് എന്ന് പറയാനൊരു പ്രയാസമല്ല. പക്ഷേ ഒരു പ്രശ്നം അത് പ്രശ്നമാണെന്നും ഈ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായതെന്നും അതാരാണ് ഉണ്ടാക്കിയതെന്നും ആരാണ് വളം വെച്ചതെന്നും ആരാണ് അതിനെ വളർത്തിയെടുത്ത് താലോലിച്ച് വളർത്തിയെടുത്തതെന്നും മനസ്സിലാക്കി അതിനെ അണ്ടു ചെയ്യുമ്പോൾ മാത്രമേ അതില്ലാതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഏകദേശം എല്ലാ കീറാമുട്ടികളായ പ്രശ്നങ്ങളും, ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി, ഇന്ത്യയിലെ മതവിദ്വേഷം, മതവർഗീയത, ഇനി എന്തിന് ഇപ്പോൾ നമ്മളെ ഫലസ്തീനിലെ മതവിദ്വേഷം, ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? യഥാർത്ഥത്തിൽ അന്യോന്യം അവിടെ കൊന്നു തള്ളുന്ന അല്ലെങ്കിൽ കൊന്നു തള്ളാൻ ശ്രമിക്കുന്ന അറബികളോ അല്ലെങ്കിൽ എന്താണ് ഹമാസോ, അതല്ല ഇസ്രായേലിലെ ഇസ്രായേൽ IDF, ഇസ്രായേൽ പട്ടാളമോ ആണോ അതിന് കാരണക്കാർ? അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണോ? എനിക്ക് യാതൊരു സംശയമില്ല കേട്ടോ, അവരല്ല. അവരൊക്കെ വെറും കരുക്കളാണ്. ഇതുപോലെ നമ്മളെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള മതവർഗീയ ബോധത്തിന് യഥാർത്ഥത്തിൽ കാരണം RSSോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ പിന്നെ ബജ്രംഗ് ദളോ അല്ലെങ്കിൽ PDF എന്തൊക്കെ വേറെ ഇല്ല, ഇവരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അതൊക്കെ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ കൊളോണിയൽ പവേഴ്സാണ്. അതായത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ ഫലസ്തീൻ്റെ കാര്യം എടുക്കാം. നമ്മളൊക്കെ വിചാരം, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ പത്രങ്ങളിലും പറയുന്നത് ഒന്നുകിൽ 2 പേര് അല്ലെങ്കിൽ ഒരാൾ, ഒരു പക്ഷം ചേർത്താൽ എതിരാളി, ഒന്നുകിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ്, ഇവരാണ് കുറ്റക്കാരെന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി വിവരവും ബോധമുള്ളവർ പറയും അത് 2 പേരുടെയും തകരാറാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ലേ അല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ പുസ്തകം പറഞ്ഞുതരാം. ചെറുതല്ല, ഒരു 10-300 പേജുള്ള ലോറൻസ് ഇൻ അറേബ്യ എന്ന് പറഞ്ഞ സ്കോട്ട് ആൻഡേഴ്സൺ എഴുതിയ ഒരു പുസ്തകം. ലോറൻസ് ഓഫ് അറേബ്യ അല്ല, ലോറൻസ് ഇൻ അറേബ്യ.
അതിൻ്റെ ടൈറ്റിൽ തന്നെ അത് എഴുതി വെച്ചിരുന്നു. വാർ, ഡിസീറ്റ്, ഇമ്പീരിയൽ ഫോളി ആൻഡ് മേക്കിംഗ് ഓഫ് ദ മോഡേൺ മിഡിൽ ഈസ്റ്റ്. അതായത് വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ ചതി, ഇമ്പീരിയൽ ഫോളി, ഫോളി എന്ന് പറഞ്ഞാൽ ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിൻ്റെ ചതി എന്ന് തന്നെ പറയാം. ചതി ഇതൊക്കെയാണ് അതൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്ന് വിവരിക്കുന്നതും അതിലൂടെ അങ്ങനെയാണ് ഈ മോഡേൺ മിഡിൽ ഈസ്റ്റ് ഉണ്ടാവാൻ തന്നെ കാരണം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യം അന്ന് ഈ സ്ഥലം ബ്രിട്ടീഷുകാരുടെ കയ്യിലല്ല, വളരെ രോഗാതുരമായ അല്ലെങ്കിൽ ക്ഷീണിതമായ അവസ്ഥയിൽ ഉള്ള പ്രതാപികളായിരുന്ന ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അവരുടെ കീഴിലുള്ള ഈ സ്ഥലം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കുകയാണെങ്കിൽ, ഓട്ടോമൻ തുർക്കികളെ തോൽപ്പിച്ച് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തരാമെന്ന് മൂന്ന് കക്ഷികളോട് കരാറുണ്ടാക്കിയ കള്ളന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷുകാർ. ഡിസീറ്റ് എന്ന് പറഞ്ഞത് ചതി എന്നാണ് പറയുന്നത്. ആ ചതി 3 പേരെയും ചതിച്ചു. അതായത് ആരൊക്കെ 3 പേര്? ഒന്ന്, അവിടുന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർ. മറ്റൊന്ന് ഫ്രഞ്ചുകാരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് തരാം ജയിച്ചാൽ. പിന്നെ മൂന്നാമത്തത് ഇപ്പോഴുള്ള സൗദി രാജകുടുംബത്തിൻ്റെ അന്നത്തെ സൗദിന്. ഈ 3 പേരോടും, അതിൽ സൗദിൻ്റെ 4 മക്കളിൽ ഒരുവനായിരുന്ന ഫൈസലായിരുന്നു ഈ കരാറിൽ ഒപ്പിട്ടത് നടത്തും. അതായത് അവർക്ക് കിട്ടും. കാരണം ഈ സ്ഥലം അന്ന് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ്. ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ് മക്കയും മദീനയും ഒക്കെ. മാത്രമല്ല, മക്കയുടെ ഒരു മാനേജ്മെൻ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സൗദി കുടുംബത്തിനെയാണ്. ആ സൗദി കുടുംബത്തിനെയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിയാൽ അത് അങ്ങനെ ഇവരെ നശിപ്പിക്കുകയാണെങ്കിൽ അതിന് പാരിതോഷികമായിട്ട് ഈ സ്ഥലം അവർക്ക് കൊടുക്കാം, അവരുടെ ഭരണത്തിൽ കീഴിലാക്കാം എന്ന് കരാർ ഒപ്പിട്ടതാണ് എന്നതിൻ്റെ ചരിത്രമാണ് ഈ ലോറൻസ് ഇൻ അറേബ്യ എന്നുള്ളത്. മാത്രമല്ല, ഈ ലോറൻസ് പോലും അത് വിശ്വസിച്ചിട്ടാണ് സൗദികളെ, എന്നയാൾക്ക് നല്ലോണം അറബി സംസാരിക്കാൻ കഴിയുമായിരുന്നു, അതുകൊണ്ട് തന്നെ സൗദികളെ എടുത്ത് പോയി പറഞ്ഞ് പറ്റിച്ച്, അയാൾ പറഞ്ഞു പറ്റിച്ചതല്ല കേട്ടോ, അയാൾക്ക് പിന്നെ അവസാനം മാനസികമായ ഭ്രാന്ത് പോലെ അല്ലെങ്കിൽ
രോഗം ബാധിച്ച് അയാൾ നമ്മുടെ തൃശ്ശൂരിൽ വരെ വന്നിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ്. അതായത് 35-36 അയാൾ മരിച്ചു. കാരണം അയാൾ വിശ്വസിച്ചിരുന്നത് ഇത് ഒരേ ഒരു കരാറുള്ളൂ. പക്ഷേ അങ്ങനെ യുദ്ധം ചെയ്ത് ജയിച്ചതിന് ശേഷം അവർക്ക് കൊടുത്തില്ല, ആർക്കും കൊടുത്തില്ല, അവരുടെ കയ്യിൽ തന്നെ വെച്ചു. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടാണ് 1950 അത് യഹൂദന്മാർക്ക്, ജൂതന്മാർക്ക് കൊടുത്തു നടത്തുക. അങ്ങനെയാണ് ഇസ്രായേൽ അവിടെ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്രായേലിൽ നടക്കുന്ന, ഇന്നിപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ അക്രമങ്ങളും ഇതിനൊക്കെ യഥാർത്ഥത്തിൽ അടിസ്ഥാന കാരണം യൂറോപ്യന്മാരാണ്, അല്ലെങ്കിൽ കൊളോണിയൽ സിസ്റ്റമാണെന്നത്, വെസ്റ്റേൺ കൊളോണിയലിസമാണ്. അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഇന്നും തീരാത്ത പകയുടെയും ശത്രുതയുടെയും വിത്തുകൾ യഥാർത്ഥത്തിൽ വെള്ളക്കാരന് വിതച്ചിട്ട് പോയതാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഭീകരമായ വിത്താണ്, വെള്ളക്കാരൻ വിതച്ച വിത്താണ് നമ്മുടെ മതവർഗീയത. ഈ മതവർഗീയത യഥാർത്ഥത്തിൽ കൊളോണിയലിസത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതിന് മുമ്പ് ശരിയാണ്, മുമ്പ് അങ്ങനെയുള്ള, അതായത് മതപരമായി അവർ മാത്രമേ അവരിത് മാത്രം ശരി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള വിഭവങ്ങളുടെ അവസ്ഥ അനുസരിച്ച് അത് ശരിയായിരുന്നു. പക്ഷേ ആധുനിക ലോകത്തേക്ക് അങ്ങനെയല്ല. അതിനുശേഷം എത്രയോ കാലം, ഈ തുടക്കത്തിലെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം അറബികളൊന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളവരെ കൊന്നാലേ സ്വർഗം കിട്ടുമെന്നുള്ളൂ എന്നുള്ള നിലയിലല്ല, സഹവർത്തിത്വത്തോടു കൂടി തന്നെ നൂറ്റാണ്ടുകൾ ജീവിച്ചതാണ് അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും സഹവർത്തിത്തോടും സാഹോദര്യത്തോടും കൂടി എത്രയോ കാലമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെയായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി. ഇന്ത്യയിൽ ഒരിക്കലും ഒരു മതപരമായ വിഭാഗീയത മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ അതിൽ രാജാക്കന്മാർക്കോ ഭരണ നേതൃത്വത്തിനോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നൂറ്റാണ്ടുകൾ സഹവർത്തിത്വത്തോടുകൂടി ജീവിച്ച് മുന്നേറിയിരുന്ന അന്നത്തെ സാമ്പത്തികമായ ഏറ്റവും ഉന്നത ശൃംഖലയിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ്. അന്ന് 10-700ഓളം ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇന്ത്യ എന്നത് നാം മനസ്സിലാക്കണം. അങ്ങനെ ഒരു കൂട്ടായ സംസ്കാരത്തിലൂടെയാണ്
അന്ന് ലോകത്തെ യൂറോപ്യന്മാർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്ര 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 വലിയ സമ്പന്നമായ സംസ്കാരമായിട്ട് ഇന്ത്യ മാറിയത്. നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾ, ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായ, സാങ്കേതികമായ, വാണിജ്യപരമായ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും ഉന്നത പദവിയിലുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഇങ്ങനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണം ഏകദേശം 200 കൊല്ലത്തോളം അവർ ഭരിച്ചു. ആര്? വെള്ളക്കാരൻ തന്നെ, ഇംഗ്ലീഷുകാരൻ തന്നെ. അതിനു മുമ്പ് 1498 പോർച്ചുഗീസുകാർ വന്നതോടുകൂടിയാണ് ഇവിടെ ഉള്ള രീതികളും ശാക്തികമായ ഇക്വലിബ്രിയവും തകർത്ത് അവരിങ്ങോട്ട് കടന്നു വന്ന് ഇതാകെ കുട്ടിച്ചോറാക്കിയത്. അവർ അതുവരെ ലോകത്തുള്ള ആകെ GDP-യിൽ 25% പങ്ക് ഇന്ത്യയുടേതായിരുന്നെങ്കിൽ അവർ പോകുന്നതോടുകൂടി അതായത് 1948 അവർ പോകുന്നതോടുകൂടി 2% മാറി. എന്ന് മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്നതൊക്കെ അവർ കട്ട് കൊണ്ടുപോയി. കട്ടും കവർന്നും പിടിച്ചു പറിച്ചും സ്വന്തമാക്കിയും പല രൂപത്തിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള ഈ സാധനം അവർ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും പഴയ പോലെ ആവരുത്. പഴയ പോലെ ഒറ്റ സാമൂഹ്യ ഭദ്രതയുള്ള, സാമൂഹ്യ ഐക്യമുള്ള ഒരു രാജ്യമായി പോകരുത്. അങ്ങനെ ആയാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഈ ചെയ്ത തെറ്റുകൾ, നമ്മളെ പൂർവികരോട് ചെയ്ത അത്യാചാരങ്ങളോടും പാതകങ്ങളോടും നമ്മൾ കണക്ക് ചോദിക്കും. കണക്ക് ചോദിച്ചാൽ വെള്ളക്കാരനത് എവിടുന്ന് എടുത്തു കൊടുക്കാനാ? ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. 1943-4 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിപ്പോഴത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോഴാണ്. അപ്പോൾ ആകെ ഈ യുദ്ധം കാരണം ഖജനാവിൽ പൈസ മുഴുവൻ തീർന്നു. പാപ്പരായിരിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്, അന്നത്തെ അത്ര വലിയ പാപ്പറല്ലാത്ത ഒരു രാജ്യമായിരുന്നു അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ. ഇന്ന് ബ്രിട്ടീഷ് ഇന്ത്യ, ഇന്ത്യ ഒരു അവരുടെ കോളനിയാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ ഇത് വേറിട്ടായിരുന്നു കേട്ടോ. ഈ ബ്രിട്ടൻ്റെ വേറൊന്ന്, ബ്രിട്ടീഷ് ഇന്ത്യ വേറൊന്ന്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ
കഴിയുന്നത്ര പൈസ കടം ചോദിച്ചു. അപ്പോൾ എൻ്റെ കണക്ക് എനിക്ക് ഓർമ്മയില്ല, കിട്ടിയ സ്വർണം അതേപോലെ വെള്ളി ഇതൊക്കെ അവർ അന്ന് ഈ സിറ്റി ഓഫ് കൈറോ എന്ന ഒരു കപ്പലിൽ കയറ്റിയിട്ട് കോടിക്കണക്കിന് ഇത് സിറ്റി ഓഫ് കൈറോ എന്ന കപ്പലിൽ അവർ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് അന്ന് പോകുന്നത് എങ്ങനെയെന്നറിയും, ആഫ്രിക്ക ചുറ്റിയിട്ട് പോകണം. അപ്പോൾ മെഡഗാസ്കറിൻ്റെ തീരത്ത് വെച്ചിട്ട് ഈ കപ്പൽ ഈ ജർമ്മൻ ഒരു ടോർപിഡോ ഉപയോഗിച്ച് തകർത്തു. അതവിടെ മുങ്ങിപ്പോയി. അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 15ലോ 16ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നിങ്ങൾക്കത് യൂട്യൂബിലടിച്ചാൽ അതിന് കിട്ടും. സിറ്റി ഓഫ് കൈറോ എന്ന് അടിച്ചാൽ മതി. സിറ്റി ഓഫ് കൈറോ എന്ന ഷിപ്പ് ഇത് അവിടെ പോയി. അപ്പോൾ നമ്മൾ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കടമായി അവർ ചോദിച്ചിട്ട് കൊടുത്ത പൈസയും ഇതിൽ മുങ്ങിപ്പോയി, കടലിൻ്റെ ആഴത്തിൽ പോയി. ഇത് കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പണ്ടെന്നോ ഉണ്ടായതാണ്, എൻ്റെ തലയിലുള്ളതാണ് ഈ കാര്യം. അതായത് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് വെട്ടിയെടുത്തിട്ട് അന്ന് ഞാൻ MP രാജേഷ് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി രാജേഷിന്, അന്ന് അദ്ദേഹം പിന്നെ ഒരു വിജയവാഡ വെച്ചിട്ട് ഒരു പാർട്ടി കോൺഗ്രസ് ഉണ്ടായല്ലോ. അന്ന് ആ പാർട്ടി കോൺഗ്രസ്സിലായപ്പോൾ ഞാനത് വെട്ടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പാർലമെൻറ്റിൽ ചോദിച്ചപ്പോൾ എന്തായാലും അദ്ദേഹം അത് ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഇത് സത്യമാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ എല്ലാ വിവരങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് അടുത്ത കാലത്ത് ഈ മുങ്ങൽ വിദഗ്ധരെടുത്തു, മുങ്ങിയെടുത്തു. അപ്പം മുങ്ങിയെടുത്താൽ അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് അത് ആരുടെയാണോ അവർക്ക് കൊടുക്കണം. അങ്ങനെ അവർക്ക് കൊടുത്തപ്പോൾ അതൊന്നായിട്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അടിയില്ലാതെ വാങ്ങി. യഥാർത്ഥത്തിൽ അവരുടേതല്ലാതെ നമ്മൾ തമ്മിലുള്ള കരാറനുസരിച്ച്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യമാവാനുള്ള കരാറനുസരിച്ച് ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടേതാണ്. അതായത് ഇന്ത്യൻ യൂണിയന് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ ഗവൺമെൻറ്റിന് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കടമായിട്ട് കൊടുത്ത സംഖ്യ എങ്ങനെയത് അവർക്ക് കൊടുക്കുക?
അപ്പം അത് നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് ചോദിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമ്മളെ ഈ 540 580 ഉള്ള ഒരു പാർലമെൻറ്റ് അംഗത്തിന് പോലും തോന്നിയിട്ടില്ല. എന്തിന് 10,000-ലധികം IAS ഓഫീസർമാരുണ്ടാവുമല്ലോ, അവർക്കും തോന്നിയിട്ടില്ല. അപ്പം അത്രത്തോളം മാനസിക പ്രാക്ഷാളനം. വെള്ളക്കാരൻ എന്നും വെള്ളക്കാരനാണ്. യഥാർത്ഥത്തിൽ അത് നമുക്ക് കിട്ടാനുള്ളതല്ലേ, നമ്മളതല്ലേ. പക്ഷെ അത് തരാൻ അങ്ങനെ നമ്മളെ മസ്തിഷ്ക പ്രാക്ഷാളനത്താൽ നമ്മളെ പൂർണ്ണമായും അടിമകളാക്കി, അടിമ മനോഭാവം ഉണ്ടാക്കി എന്നതാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് പറയാൻ. അത് മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതാണ് ഗാന്ധിജി. ഗാന്ധിജി 1915 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നിങ്ങോട്ട് വന്ന ഉടനെ ഹിന്ദു സ്വരാജിലെഴുതി. ഞാനിത് കുറേ മുമ്പ് എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് എടുത്തതാണ്. അതിൻ്റെ മനസ്സെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതി, ഇന്ത്യക്കാരെ അടിമയാക്കിയത് ബ്രിട്ടീഷുകാരനല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാഭാവത്തിൻ്റെ മുന തിരിയുന്നത്. ഇംഗ്ലീഷിലാണ് എഴുതിയത്, അത് തർജ്ജമ എൻ്റെതാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നേരെ മറിച്ച് ആഫ്രിക്കയെ അതേപോലെ നമ്മൾക്ക് അടിമയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടിമയാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ സാമന്ത രാജ്യമായി കീഴടക്കി, ഫിസിക്കലായിട്ട് നമ്മളെ കീഴടക്കി എന്നതിനെക്കുറിച്ചല്ല, മാനസികമായ അടിമത്തം. മാനസികമായ അടിമത്തം. അതായത് വെള്ളക്കാരൻ ഓൻ വലിയവനാണ്, ഓൻ്റെ ഡ്രസ്സാണ് നല്ലത്, ഓൻ്റെ ഭാഷ ഉണ്ടല്ലോ അത് വലിയ മെച്ചമുള്ള ഭാഷയാണ്, ഓനാണ് സയൻസ് കൂടുതൽ, ഓനാണ് ടെക്നോളജി കൂടുതൽ, ഓൻ പറയുന്നത് തന്നെയാണ് ശരി, നമ്മൾക്കൊന്നും ഒരു അന്തമില്ല വിവരമില്ല എന്ന ഈ മനോഭാവം. മാത്രല്ല ആർത്തി, അതിരുകളില്ലാത്ത ആർത്തി, പിടിച്ചെടുക്കാനുള്ള ആർത്തി, അതിരുകളില്ലാത്ത ക്രൂരത, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് നമുക്ക്. അത് മാത്രമല്ല, അത് കിട്ടുക മാത്രമല്ല, അതാണ് ഏറ്റവും സമ്പന്നമായ അന്തസ്സുള്ള കാര്യം എന്ന തോന്നൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ മാനസിക അടിമത്തത്തെക്കുറിച്ചാണ് ഗാന്ധിജി അത് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ ഗാന്ധിജിയുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കും. ഈ മാനസിക അടിമത്തം സ്വാംശീകരിച്ച ആൾക്കാരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരണഘടന പോലും ഉണ്ടാക്കി. നിങ്ങളത് എടുത്ത് നോക്കിയാൽ മതി, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കളവാണ് അതിലുള്ളത് അധികവും. അതായത് അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ എന്താണെന്നറിയോ,
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഇന്ത്യക്കാർ, ഇന്ത്യയിലെ മനുഷ്യർ, ഇന്ത്യയിലെ ജനങ്ങൾ. റിസോൾവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങൾ ഒന്നായിട്ട് രൂപീകരിച്ചതാണ്. അത് പറയാൻ ഇവർക്കുള്ള അവകാശം എന്താ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ അവർ വിഭജിച്ചിരുന്നു, ഉള്ളവനെന്നും ഇല്ലാത്തവനും. ഉള്ളവന് മാത്രമേ അന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഭരണഘടനാ സമിതിയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്യണമെങ്കിൽ, ആൾ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യണമെങ്കിൽ 2 കാറ്റഗറിയിലുള്ള ഇന്ത്യക്കാർക്കേ പറ്റുള്ളൂ. ഒന്നാരാ? നികുതി കൊടുക്കുന്നവർ, അല്ലെങ്കിൽ വരുമാനമുള്ളവർ, അല്ലെങ്കിൽ ഭൂമിയുള്ളവർ. ഭൂമി ഉണ്ടെങ്കിലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. നികുതി കൊടുക്കും, അത്. പിന്നെ ഒന്ന്, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി ഉള്ളവർ. ഈ പേർക്ക് മാത്രമേ ഭരണഘടനാ അസംബ്ലിയിലേക്കുള്ള മെമ്പറെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം, അവകാശം ഉണ്ടായിരുന്നു. അതായത് ഉള്ളവർക്ക് മാത്രം. നേരെ മറിച്ച് അതില്ലാത്തവരാണ് യഥാർത്ഥത്തിൽ അന്നത്തെ കണക്കനുസരിച്ച് തന്നെ 11% ആൾക്കാർക്കാണ് ആകെ ഈ ഇന്ത്യ രാജ്യത്ത്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ 11% ആൾക്കാർക്ക് ഇങ്ങനെ ഭൂമിയുള്ളൂ. അതായത് അന്ന് ജന്മിമാരുടെ കയ്യിൽ, രാജാവിൻ്റെ കയ്യിൽ, ദേവസ്വത്തിൻ്റെ കയ്യിൽ, ബ്രഹ്മസ്വത്തിൻ്റെ കയ്യിൽ, അവരുടെ കയ്യിലെ ഭൂമിയുള്ളൂ. ഉടമസ്ഥാവകാശം, ഭൂ ഉടമാവകാശം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ, ഉള്ളവരുടെ മാത്രം റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ മെമ്പർമാരാണ് ഈ ഭരണഘടനാ സമിതി. അവരെങ്ങനെയാ ഈ ബാക്കിയുള്ള 89% റെപ്രസെൻറ്റേറ്റീവാണെന്ന് പറയാൻ? അങ്ങനെയാണോ എന്ന് ചോദിക്കാൻ പോലും ഈ 400ഓളം പേർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവരുടെ മാനസികമായ അടിമത്തം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡിബേറ്റുകൾ ഇതൊക്കെ ഇന്നും നിങ്ങൾക്ക് പരസ്യമാണ്, വ്യക്തമാണ്, ആർക്കും വേണമെങ്കിലും കിട്ടും. ആരെങ്കിലും ഒരാൾ എങ്ങനെയാണ് നമ്മളെ റെപ്രസെൻറ്റേറ്റീവായി അയക്കാത്ത ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ നമ്മളൊക്കെ എങ്ങനെ അവകാശപ്പെടാൻ പറ്റും എന്ന് ചോദിക്കാൻ നാവ് പൊങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടോ അവർക്ക്? കോപ്പി അടിച്ചതാണ്. ജനാധിപത്യം എന്നതിനെ കുറിച്ചിട്ട് വെള്ളക്കാരൻ അവിടുന്ന് ഇറക്കുമതി ചെയ്ത, വെള്ളക്കാരൻ പറഞ്ഞു കൊടുത്ത് അത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച, അതനുസരിച്ചുള്ള കോപ്പിയടി. ആ കോപ്പിയടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കോപ്പി അടിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയമങ്ങളിൽ, പിന്നെ കോപ്പി അടിച്ചത് കുറേ അമേരിക്കൻ, ഇങ്ങനെ പല 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 ഭാഗങ്ങളിൽ നിന്നാണ് കോപ്പി അടിച്ചത്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവസ്ഥ അതാണെന്നർത്ഥം. അതല്ലാതെ നമ്മുടേതായ ഒന്നും അതിലുണ്ടായിരുന്നു. മൗലികമായ ചിന്തയുള്ള ഒരാൾ പോലും ഇല്ലാത്ത, നമ്മൾ വലിയ മഹത്തായ അംബേദ്കറെയും നെഹ്റുവിനെയും ശ്യാം പ്രകാശ് മുഖർജിയെയും മറ്റുമൊക്കെ പറയുന്നുണ്ടായിരിക്കാം.
കുറേ ആൾക്കാരുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ മൗലികമായ അവകാശവാദം ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അന്നത്തെ കാലത്ത് അവർക്ക് അതിനെ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഇതേ സംഗതി നിങ്ങളുടെ മൗലികാവകാശങ്ങളിലൊന്നും എടുത്തു നോക്കും. നമ്മളെ മൗലികാവകാശം, ജനാധിപത്യ പരമാധികാര രാജ്യത്തിൻ്റെ മൗലികാവകാശങ്ങൾ നോക്കിയോ നിങ്ങൾ? എന്ത് മൗലികാവകാശമാണ് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ടുള്ളത്? നിങ്ങളെ ഭരണഘടനയിൽ എന്താണ്? ഒരു ചുക്കില്ല. മൗലികമായ അത്യാവശ്യമായ ഒരു സാധനവും മൗലികാവകാശത്തിൽ ഉറപ്പുവരുത്തിയിട്ടില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പിന്നെയും കുറച്ചൊക്കെ ഉണ്ടാവും, മൗലികാവകാശങ്ങളിൽ ഒന്നുമില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, ആർട്ടിക്കിൾ 15 എൻ്റെ ഓർമ്മ. സ്വത്തവകാശം. ഈ സ്വത്തവകാശം ആർക്കാണ് വേണ്ടത്? ആർക്കാ വേണ്ടത്? അന്ന് ആർക്കാണുള്ളത്? അവർക്കേ വേണ്ടുള്ളൂ. സ്വത്തില്ലാത്തവന് എന്ത് സ്വത്തവകാശ? മണ്ണില്ലാത്തവന് എന്ത് മണ്ണവകാശ? അപ്പോൾ അന്നത്തെ അവസ്ഥയെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ആ സാധനം ഉണ്ടായത്. പിന്നെ 18 or 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്തിനാണ് ഈ ജീവിക്കാൻ? എന്തിനാ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണം? അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വേണം? അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ ജീവിക്കണ്ടേ മോനെ? ആ ജീവൻ നിലനിർത്താൻ അഭിപ്രായം ഇല്ലെങ്കിലും ആൾക്ക് ജീവിക്കാം. പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മളെ ഭരണഘടനയിലുണ്ട്, മോഡേൺ ഭരണഘടനയിലുണ്ട്. അടുത്തത് മതവിശ്വാസം. മതവിശ്വാസത്തിലാണ് ഏറ്റവും വലിയ ചതി നടന്നത്. ഏറ്റവും വലിയ ചതി, ശരിക്കും ഇമ്പീരിയൽ ചതി, ഇമ്പീരിയൽ ഫോളി നടന്നത് മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. 25 ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം. ഏത് മതത്തിലും വിശ്വസിക്കുക, ഏത് മതത്തിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മതമില്ലാതെയും മതം ഇല്ലാത്തവനും ജീവിക്കാമെന്നാണ്. അതായത് ഒരു സെക്കുലർ എന്ന വാക്കുണ്ടല്ലോ, സെക്കുലർ എന്ന വാക്കിന് മതരഹിത അല്ലെങ്കിൽ മതേതര രാജ്യം എന്നാണ്. അത് മതനിരപേക്ഷ രാജ്യം എന്നാക്കി. പിന്നെ ഇപ്പം എന്തൊക്കെയാണത്? എന്തായാലും മത ഇതര അല്ലെങ്കിൽ മതനിരപേക്ഷ രാജ്യം എന്ന അവസ്ഥയിൽ നിന്ന് അതിൻ്റെ ഡെഫിനിഷനെ മാറ്റിയിട്ട് മതങ്ങളെ നിലനിർത്താൻ, മതങ്ങളെ അവിടെ പറിച്ചു നടാൻ വേണ്ട ഓപ്ഷനുകൾ അതിൽ തന്നെ കൂട്ടിച്ചേർക്കും. ഈ മതവിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, അത് ആവശ്യമുള്ളവർക്കാവാം. പക്ഷേ അത് അങ്ങനെയല്ല, സാമൂഹ്യ തലത്തിൽ
പ്രയോഗിക്കാനുള്ളതാണ് പിന്നീട് വന്ന 26, 27, 28, 29. അതിലാണ് എല്ലാ ചതിയും പൊതിഞ്ഞു വച്ചത്. അതായത് അടുത്തത് മതപ്രചാരണ സ്വാതന്ത്ര്യം. മതപ്രചാരണ സ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം. മതപരിവർത്തന സ്വാതന്ത്ര്യം. അതേപോലെ തന്നെ അടുത്തത് മതസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം. പള്ളി, അമ്പലം, ചർച്ച്, പിന്നെ യതീംഖാനകൾ, സാമൂഹ്യ സ്കൂളുകൾ, ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ, ഈ മദ്രസകൾ, ഇതൊക്കെ നടത്തിക്കൊണ്ട്. അടുത്തത് ഇതിൻ്റെ നികുതി ഇളവുകൾ. ഇവയുടെ വരവ് ചെലവ് കണക്കുകളുടെ നികുതി ഇളവ് ഇതിനുള്ള സ്വാതന്ത്ര്യം. നോക്കുക നിങ്ങൾ, യഥാർത്ഥത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. ആർക്കാവശ്യമാണ്? ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ സ്ഥായിയായ ഒരു അന്യോന്യ പക, വിവേചനം, വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ നിലനിർത്താൻ ഇതൊക്കെ ആവശ്യമാണ്. അതല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യമുള്ള സമൂഹത്തിൽ മതം, സാമൂഹ്യ വ്യത്യസ്ത സംസ്കാരത്തിൽ ഉണ്ടായ മതങ്ങൾ ഒരു സമൂഹത്തിൽ വരികയാണെങ്കിൽ അവിടെ തല്ല് തീരില്ല. കാരണം നിങ്ങൾ തന്നെ നോക്കുക, ഈ മതം എന്നത് ഈ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമാണ്. അതിന് സാമൂഹ്യമായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതുവഴി അവർക്കുള്ള കൂട്ടിപ്പിടുത്തം, പിന്നെ സാമൂഹ്യമായ ബന്ധങ്ങൾ വളരെ കൂടുതലാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനനം, പിന്നെ ഉപനയനം, അല്ലെങ്കിൽ പിന്നെ വിവാഹം, മരണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക്, അല്ലെങ്കിൽ മരണ ദിവസങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സാമൂഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവും. നേരെ മറിച്ച് ഈ സെമിറ്റിക് മതങ്ങളിലൊക്കെ തന്നെ അവർക്ക് അവരുടെ ആ മതങ്ങളുടെ സോഷ്യൽ ഫങ്ഷൻ വളരെ വലുതായിരുന്നു. അതായത് ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, ആ സമൂഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ അത് ആവശ്യമായിരുന്നു. കാരണം അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവിടെ വിഭവങ്ങൾ വളരെ വളരെ ദരിദ്രമായ ഒരു പ്രദേശം. വിഭവദാരിദ്ര്യം എന്നത് റാമ്പൻ്റ് ആയിട്ടുള്ള, ഏത് ദിവസവും, ഏത് വർഷവും, ഏത് കാലത്തും തുടർച്ചയായി നിലനിന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകവും ഈ സെമിറ്റിക് റീജിയൻ ആകെ. അവിടെ ഉരുത്തിരിഞ്ഞു വന്ന ജൂതമതം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം മതം, ഈ മതങ്ങളൊക്കെ തന്നെ
യഥാർത്ഥത്തിൽ അപരനെ അംഗീകരിക്കുന്നില്ല. അപരന് യഥാർത്ഥത്തിൽ ഒരു അവകാശമില്ല. ആ അപരമതവിദ്വേഷം, അവനെ നശിപ്പിക്കാം, അവനെ ഇല്ലാതാക്കാം, അവനെ കൊല്ലാം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം എന്താ? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ പരിമിതമാണ്. നേരെ മറിച്ച് വേണ്ടത്ര സൂര്യപ്രകാശം ഉള്ള 365 ദിവസം സൂര്യപ്രകാശം യഥേഷ്ടം ലഭിക്കുന്ന നമ്മളെ കേരളം പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ അങ്ങനെ ഈ യഥാർത്ഥത്തിൽ നമുക്കറിയാലോ, ഈ സൂര്യപ്രകാശമാണ് നമ്മുടെ ജീവൻ്റെ തുടിപ്പുകൾക്കുള്ള അടിസ്ഥാന വിഭവം. അത് പ്രത്യേകിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആകെ 365 ദിവസത്തിൽ ആകെ ഒരു 10-100 ദിവസമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രമേ അവിടെ സൂര്യപ്രകാശം പിടിച്ചെടുക്കാനുള്ള സൗരോർജ ബാറ്ററികളായ പച്ചിലകൾ ഉണ്ടാവുള്ളൂ. ഈ പച്ചിലകളിൽ വന്ന് തട്ടുന്ന സൂര്യപ്രകാശം കാർബോഹൈഡ്രേറ്റാക്കി മാറ്റി ആ കാർബോഹൈഡ്രേറ്റും അതാണ് യഥാർത്ഥത്തിൽ ഈ ജന്തുക്കളൊക്കെ ജീവിക്കാനുള്ള വിഭവങ്ങളാണ്, അടിസ്ഥാന വിഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ വിഭവദാരിദ്ര്യം എന്നത് സ്ഥായിയായ ഒരു ഭാവമാണ്. ഈ സ്ഥായിയായ ഭാവം ഉള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ നിലനിർത്താനുള്ള സാമൂഹ്യമായ ഒരു ഉരുത്തിരിഞ്ഞു വന്ന നിയമമാണ് യഥാർത്ഥത്തിൽ ഇത് എണ്ണം, പ്രത്യേകിച്ചും ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള എല്ലാ മതങ്ങളിലും അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ അന്യമതസ്ഥനെ ഒരിക്കലും ഈ അവകാശങ്ങൾ അവർ അംഗീകരിക്കില്ല. അവനെ കൊല്ലാം, നശിപ്പിക്കാം, പിടിച്ചെടുക്കാം. ഈ അവസ്ഥ അവരുടേതാണ്. അങ്ങനെയുള്ള മതങ്ങളാണ് ഈ പാശ്ചാത്യ മതങ്ങൾ. അതിൽ തന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ മതത്തിലേക്ക് ആളെ ചേർക്കുക, എങ്ങനെ ആളെ ഒഴിവാക്കൽ എങ്ങനെ, അതൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും അതുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിലെ മതങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. അവിടെ ഒരിക്കലും മറ്റൊരാളെ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. അതായത് അവിടെ എല്ലാ മനുഷ്യരും ഒരേപോലെ, എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ഉള്ള ഒരവസ്ഥ തത്വമസി എന്നാണ്. അത് ഞാൻ തന്നെയാണെന്നുള്ള ആ അവസ്ഥയിൽ, അതായത് എല്ലാ മനുഷ്യരെയും അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ വിഭവങ്ങളുടെ അതിപ്രസരം കൊണ്ട്, സമൃദ്ധി കൊണ്ട് അങ്ങനെ ഒരു വിഭാഗീയതയുടെ ആവശ്യമില്ലാത്ത, തികച്ചും ആത്മീയമായ ശുദ്ധീകരണം വ്യക്തിപരമായി നടത്താൻ സഹായിക്കുന്ന മതങ്ങൾ, അതാണ് ഇവിടെയൊക്കെ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മതങ്ങളിൽ എന്തില്ല? അപരവിദ്വേഷമില്ല,
മാത്രമല്ല ഈ മതങ്ങളിലേക്ക് ആളെ ചേർക്കുന്ന പരിപാടിയില്ല, മതങ്ങളിൽ നിന്ന് അങ്ങോട്ട് ആളെ പോകുന്ന പരിപാടിയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ആർട്ടിക്കിൾ 25, 26 ഒക്കെ ചെയ്തത് എന്താണ്? എല്ലാവർക്കും തുല്യ അവകാശം. അതായത് കാലില്ലാത്തവനും 2 കാലുള്ളവനും തമ്മിൽ ഒരേ മത്സരം. മുടന്തനും കാലില്ലാത്തവനും 2 കാലുള്ള ആരോഗ്യവാനും ഒരേ മത്സരം നടത്തിയിട്ട് മാർക്കിടുക. അതേപോലെ ഉള്ളവനും ഇല്ലാത്തവനും തുല്യ അവകാശം മതത്തിൻ്റെ ഈ സമ്പത്തിൻ്റെ പേരിൽ. അവിടെ തുല്യ അവകാശമാണ്. സ്വത്തവകാശം ഉറപ്പുവരുത്തിയതോടുകൂടി ഉണ്ടായ സൗകര്യം എന്താണ്? ഇവിടെയുള്ള ഇല്ലായ്മയും സമ്പന്നനെ ഇല്ലാത്തവനും അവനെ ദൃഢീകരിച്ചു, അത് സ്ഥായിയാക്കി, അത് നിലനിർത്തി, അതിനെ കോൺക്രീറ്റ് ആക്കി എന്നുള്ളതാണ്. അത് നിലനിർത്താനാണ് ഈ സ്വത്തവകാശം ഉണ്ടായിക്കൊടുത്തത്. അതിരുകളില്ലാത്ത സ്വത്തവകാശം വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അതാണ് നടത്തും. അതേപോലെ തന്നെ ഈ വിദ്വേഷത്തിന് ഏറ്റവും കാരണമായത് ഈ ആർട്ടിക്കിൾ മതസ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം, മതപരിവർത്തനത്തിനായിട്ട് ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്ഥാപനങ്ങൾക്കുള്ള നികുതി ഇളവ് വരെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ പോയത്. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ, അങ്ങനത്തെ ഒരു പരിതസ്ഥിതിയിൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെ കുറേ സമ്പന്നമായ ആൾക്കാർക്ക് മറ്റുള്ളവരൊക്കെ പിടിച്ച് മതപരിവർത്തനം നടത്താൻ, ആർക്കാണോ സമ്പത്ത് അവനാണല്ലോ ചാലകശേഷി കൂടുക, അവൻ്റെ ഭാഗമാക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പ് വരുത്തിയത് കാരണം ഉണ്ടായൊരു വലിയ ഗുണം എന്താണ്? നമ്മുടെ സോഷ്യൽ ഫാബ്രിക് ശിഥിലീകൃതമായി സ്ഥായിയായി ശിഥിലീകരിക്കാൻ വേണ്ടതെല്ലാം നമ്മളെ ഭരണഘടനയിൽ തന്നെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവൻ പോയത്. അതായത് ഈ ഭരണഘടന യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ബ്രിട്ടീഷുകാരെ കൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ 1935 ഒരു ആക്ട് പാസ്സാക്കിയത്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. അതനുസരിച്ചാണ് നമ്മളെ ഇന്ത്യക്കാർക്ക് വോട്ടവകാശവും അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയത്. അതല്ലാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇന്ത്യക്കാരൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സാർവത്രിക വോട്ടവകാശത്തിനനുസരിച്ച് ഇന്നേ വരെ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായിട്ടില്ല. ആ അസംബ്ലിയിലായിരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യമായ മൗലിക ആവശ്യങ്ങൾ, അത്യന്തം ആവശ്യമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഉറപ്പുവരുത്തും. അങ്ങനെ ഉറപ്പുവരുത്തുമ്പോൾ ഏറ്റവും ആദ്യം എന്തായിരിക്കും? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം,
ഇനി വിദ്യാഭ്യാസം, തൊഴിൽ, ഇൻകം, പാർപ്പിടം, ഇതൊക്കെയല്ലേ വേണ്ടത്. ഇങ്ങനെയുള്ള വല്ലതും നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിലുണ്ടോ? ഇതിൽ കുറച്ചൊക്കെ എന്തിനുണ്ട്? നിർദ്ദേശക തത്വങ്ങളിൽ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഇവിടെയുള്ള നിലവിലിരിക്കുന്ന അസമത്വങ്ങളും ഭൗതികമായതും സാമ്പത്തികമായതും വിശ്വാസപരമായതുമായ അസമത്വങ്ങൾ അരക്കിട്ടുറപ്പിച്ചിട്ട് അത് ഉറപ്പായിട്ടും നിലനിൽക്കുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് വെള്ളക്കാരൻ ഇവിടുന്ന് പോയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ചതിയുടെ, ഈ കൊളോണിയൽ ഫോളി എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്വ ചതിയുടെ യഥാർത്ഥ ഫലങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങളായ മതവിദ്വേഷം, വർഗീയത, പ്രാദേശികത, മറ്റ് അയൽ രാജ്യങ്ങളോടുള്ള വെറുപ്പ്, എതിർപ്പ്, ശത്രുത, ഇതിനൊക്കെ തന്നെ യഥാർത്ഥത്തിൽ വേണ്ടത്ര വിത്തുകൾ വെച്ചാണ്, ഫലപ്രദമായ വിത്തുകൾ വെച്ചിട്ടാണ് യൂറോപ്യന്മാർ ഇവിടുന്ന് പോയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണവർഗം എന്നും 500 കൊല്ലമായിട്ടെങ്കിലും യാതൊരു മാനുഷിക ധാർമ്മിക മൂല്യങ്ങളും ഇല്ലാത്തവരും എന്ത് ധാർമ്മിക മൂല്യവും പരിത്യജിക്കാൻ ഒരു പ്രയാസമില്ലാത്തവരാണെന്ന് ആണ് ഇന്നും നമ്മളെ ഈ ഭരിക്കുന്നതിൻ്റെ മുമ്പ്, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പ് ജാലിയൻ വാല ബാഗിലും വാഗൻ ട്രാജഡിയിലും മറ്റനേകം കാര്യങ്ങളിലും കണ്ടതും ഇപ്പോൾ ഫലസ്തീൻ എന്ന കൊച്ചു പ്രദേശത്ത് ഇന്നും കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഒന്നിച്ചിരുന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് പരമാവധി പരിക്കുകളില്ലാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിയും എന്ന് ഈ ഒരു അപകോളനീകരണം, ഡീകോളനൈസേഷൻ നടത്തിയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഇവിടെയുള്ള ഇപ്പോഴുള്ള RSSോ ബജ്റംഗ് ദളോ ജമായത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെ എന്താ പേര്, ഈ മറ്റ് നക്കാപ്പിച്ച തീവ്രവാദികളോ ഒന്നുമല്ല ഇതിന് കാരണം. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണഘടനയിൽ ഭരണഘടന എന്തൊക്കെ അവകാശങ്ങളാണ് ഓരോരുത്തർക്കും എല്ലാ മതങ്ങൾക്കും കൊടുക്കേണ്ടത്, അതിൻ്റെ അതിർവരമ്പുകൾ എവിടെ? അത് വ്യക്തിപരമായി എന്തും ഒരാൾക്ക് വിശ്വസിക്കാനുള്ള അവകാശം കൊടുക്കുകയും
അത് വ്യക്തിപരമായി മാത്രം നിലനിൽക്കാൻ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രീതിയിൽ, സാമൂഹ്യമായ ഒരു പ്രശ്നമാവാത്ത രീതിയിൽ, അതിനെ ചെക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണഘടന ഇല്ലാത്തിടത്തോളം കാലം, ഈ ഭരണഘടന ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു സംശയം വിചാരിക്കേണ്ട, ഇന്ത്യ രാജ്യം രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയമായിപ്പോയി. അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. ജയ് ഹിന്ദ്, ജയ് ജഗത്.